ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗം ശ്ലോകം 4. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാ വരിസൂദന. കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സാമി പൂജാർഹാ വരിസൂദന. ഭഗവാനോട് അർജുനൻ വീണ്ടും പറയുകയാണ്. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, അരിസൂദന, ശത്രുനാശകനായ മധുസൂദന, ഹേ മധുസൂദന, അഹം ഞാൻ, സംഘേ യുദ്ധത്തിൽ, കഥം എങ്ങനെ, പൂജാർഹൗ ആദരണീയരായ ഭീഷ്മരെയും ദ്രോണം ച ദ്രോണരെയും ഇഷുഭിഹി ബാണങ്ങൾ കൊണ്ട് പ്രതിയോത്സാമി എതിരിടും. അർജുനൻ പറയുകയാണ്, ശത്രുനാശകനായ മധുസൂദന, ഞാൻ പൂജിക്കപ്പെടേണ്ടവരായ ഭീഷ്മപിതാമഹനെയും ദ്രോണാചാര്യനെയും യുദ്ധത്തിൽ അസ്ത്രങ്ങൾ കൊണ്ട് എങ്ങനെയാണ് എതിർക്കുന്നത് എന്ന്. ഭഗവാനെ, മധുസൂദന, അങ്ങ് ശത്രുക്കളെ നശിപ്പിക്കുന്നവനാണ്. മിത്രങ്ങളുടെ നേർക്കോ ആദരണീയരായ ബന്ധുജനങ്ങളുടെ നേർക്കോ ആ മനോഭാവം അങ്ങേക്കില്ലതാനും. ഭീഷ്മപിതാമഹന്റെ വാത്സല്യപൂർണമായ ലാളന ഏറെ അനുഭവിച്ചതാണ് പാർത്ഥൻ. ശസ്ത്രാഭ്യാസം നേടിയത് ഗുരുവായ ദ്രോണരിൽ നിന്നാണ്. ആചാര്യനാകട്ടെ സ്വപുത്രന്മാരെക്കാളിലും അർജുനനോടായിരുന്നു സ്നേഹം. പുത്രനായ അശുദ്ധാത്മാവിനു പോലും നൽകാത്ത അസ്ത്രവിദ്യകൾ ശിഷ്യവത്സലനായ ഗുരു പാർത്ഥന് നൽകിയിട്ടുണ്ട്. ആ വിധത്തിലുള്ള ബഹുമാന്യരായ ബന്ധുജനങ്ങളും ഗുരുജനങ്ങളും പരുഷമായി സംസാരിച്ചാൽ കൂടിയും എതിർത്തു പറയുന്നത് ശിഷ്ടാചാരത്തിന് വിരുദ്ധമാണ്. അവരുടെ വാക്കുകൾ കേട്ട് സഹിക്കുക എന്നതാണ് സജ്ജനങ്ങൾക്ക് ചേരുന്നത്. ആ സ്ഥിതിക്ക് അവരുടെ നേർക്ക് എങ്ങനെയാണ് ശരപ്രയോഗം നടത്തുന്നത്? എത്ര ഹീനമായ പ്രവൃത്തിയാണ് ഭഗവാനെ! പൂവിട്ട് പൂജിക്കേണ്ടുന്ന ഗുരുഭൂതന്മാരല്ലേ അവരൊക്കെ. ആ ഗുരുനാഥന്മാരുടെ നേർക്ക് ഞാൻ എങ്ങനെയാണ് കൂരമ്പുകൾ പ്രയോഗിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അർജുനൻ 2 പോംവഴികൾ കണ്ടെത്തുന്നു. ഒന്നാമതായി, സ്വജനങ്ങളെയും ഗുരുജനങ്ങളെയും വധിക്കാൻ ഒരുങ്ങാതെ പോരിൽ നിന്ന് പിന്മാറുക. അതിന്റെ ഫലമായി അപ്പോൾ ജീവിക്കുവാൻ വേണ്ടി വിഷ തെണ്ടേണ്ടി വന്നേക്കാം. അതിനുള്ള പ്രയാസം ചിന്തിക്കുമ്പോൾ രണ്ടാമതായി ഒരു ഉപായവും കൂടി കണ്ടെത്തുന്നു. ഒന്നും പരിഗണിക്കാതെ ഭൗതിക ശ്രേയസിന് വേണ്ടി എതിര് നിൽക്കുന്നവരെ എല്ലാം കൊന്നൊടുക്കുക. ഇവയിൽ ആദ്യത്തെ ഉപായമാണ് അർജുനന് സ്വീകാര്യമായി തോന്നിയത്. ഭഗവാൻ ഓരോന്നും ഉപദേശിക്കും തോറും അർജുനൻ വീണ്ടും വീണ്ടും ഭഗവാനോട് ബന്ധുജനങ്ങളെ എങ്ങനെയാണ് കൊല്ലുക എന്ന് പറയുകയാണ്.